അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെക്കേഷനൊക്കെ ആയിട്ട് നിഷുവിന് എവിടേക്കും പോവാനില്ല എന്നുള്ള ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതായത് ഓളെ ആൻറ്റിൻ്റെ വീട്ടിലേക്ക്. ആദ്യമൊക്കെ ഇതന്നെ ഒരു പണിയാണ് കേട്ടോ നിഷുവിന്. സ്കൂളും മദ്രസും ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പം പോകും. ഹൈബുട്ടം വന്നതിന് ശേഷം ഓളാങ്ങളനെയും വിട്ട് ഒക്കെ എവിടേക്കും പോകാൻ വയ്യ. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഓനുണ്ടായിട്ട് പോണത്. ആദ്യം നമുക്ക് തറവാട്ടിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ, ബട്ട് അവിടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോന്ന്. അതാണ് ഹൈലൈറ്റ്. നിഷു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതോളെ ആ ഒരു വർത്താനത്തുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓളെ ആൻറ്റിൻ്റെ വീട് വരുന്നത് വള്ളുവങ്ങാട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയാണ്. നമ്മൾ വെള്ളാങ്ങാട് എന്നൊക്കെ പറയും, അതായത് പാണ്ടിക്കാട് ഏരിയ. നിഷു ഒക്കെ പാലത്തിങ്ങക്ക് പോകാമെന്നാണ് പറയില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുടിക്കോട് വഴിയാണ് പോണത്, അതായത് നമ്മൾ ആനക്കയത്തു നിന്നാണല്ലോ പോണത്. ഈ സ്ഥലങ്ങളും ഞാനും തമ്മിൽ അത്ര വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ആൻറ്റിക്ക് മൊത്തം 3 മക്കളാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ ആളാണ് നിഷുവിൻ്റെ കൂടെ വരുന്നത്. നിഷുവിനെക്കാളും ഒരു വയസ്സിന് ഏറും, എന്നാലും ഒരൊപ്പക്കാരൻ തന്നെയാണ്, നിച്ചു എന്ന് പറയും. അപ്പോൾ ഓളാണ് ഇവളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിക്കണത് കേട്ടോ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറയൽ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇന്ന് വരും നാളെ വരും, നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഒക്കെ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ താഴെ വീട്ടിൽ ഇറങ്ങി നിൽക്കുകയാണേ. ഇതും ഓല റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്, അതായത് ഓലപ്പാൻ്റെ അനിയൻ്റെ വീടാണ്. നല്ലൊരു കയറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ താഴെ ഇറക്കി തന്നിട്ടുണ്ട്. അല്ല, ഇതിന് പല്ലില്ലല്ലോ. പല്ലോക്കട്ടെ, പല്ലടിക്കണ്ട. ഡെലിവറിക്ക് മുമ്പ് വന്നു എന്നല്ലാണ്ട് ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടികളും കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. പുതിയതായിട്ട് കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. അതിമ്മക്കൊക്കെയാണ് എൻ്റെ കണ്ണു പോയത്. ആദ്യമൊന്നും ചെടി എവിടെയെങ്കിലും കണ്ട മൈൻഡ് ആക്കാത്ത ആളേന് ഞാൻ ഇപ്പം ചെറുതായിട്ടൊരു പൊടിക്കൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലും തന്നെ ഇവിടെയും എനിക്ക് വെക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സെറ്റാക്കണം നമുക്ക്. അകത്തോട്ട് കയറിയ പാടുന്നതാ ജ്യൂസൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്ന് നല്ല അടിപൊളി വാട്ടർമെലൺ ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല ഐബുട്ടനും അതൊക്കെ ആസ്വദിച്ച് തന്നെ കുടിക്കണുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഐബുട്ടൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന്. അതിനർത്ഥം ഐബുട്ടനും ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. നോക്ക് സന്മേ, നോക്ക് ഇങ്ങോട്ട്, നോക്ക് മുഖത്തേക്കൊക്കെ സനം. ക്യാമറ ഫേസ് ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് നടക്കുന്നത് എൻ്റെ നാത്തൂൻ്റെ ഒരേ ഒരു പുത്രനാണ്. ഞാൻ വരുന്ന സമയത്ത്, അതായത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ 4ാം ക്ലാസ്സിലാണ് കേട്ടോ. ഇപ്പോൾ ഇന്നെക്കാളും വലിപ്പുണ്ട് ഇവന്. നിഷു ആണെങ്കിൽ നിച്ചുവിൻ്റെ സ്റ്റഡി റൂം തപ്പണ പണിയിലാണ്. അതായത് എന്തൊക്കെ പുതിയ ഐറ്റംസ് അവിടെ ഉണ്ടാക്കി അതൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക ഐറ്റംസും ഓളന്നെ ഉണ്ടാക്കിയതാണ്, അതായത് നിച്ചു തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ നോക്കുവാണ്. ടേബിളൊക്കെ ഈ സാധനം അത് ഒരു അമ്പടി സാറിയിക്കണം. ക്രാഫ്റ്റ് വർക്കിൻ്റെയും ജേണലിൻ്റെ ഒക്കെ ഭ്രാന്ത് നിഷുവിന് മാത്രമല്ല ഇവക്കും ഉണ്ട്. അപ്പം ഞാൻ അതിനൊന്നും സമ്മതിക്കൂല എന്നുള്ള പരാതി പറയുകയാണ് കേട്ടോ ഇവിടെ. പിന്നെതാ നമ്മൾ ചായയൊക്കെ കുടിച്ച് ആക്ച്വലി കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചിട്ട് സാവധാനം പോയാൽ മതി, അതായത് അളിയൻ വരുമ്പോൾ രാത്രിയാവുമല്ലോ, അപ്പോൾ അളിയനൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ നിർബന്ധിച്ച്. പക്ഷേ മഗ്‌രിബാവുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം എന്നുള്ളത് നിർബന്ധമായിരുന്നേ. വീട്ടിലെത്തിയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, എക്സ്പെഷ്യലി എനിക്ക് എത്രയൊക്കെ നമ്മളൊരു ഫാമിലി വ്ളോഗറാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ചില കാര്യങ്ങൾക്കൊക്കെ, അതായത് നമ്മുടെ എന്താ പറയുക, റീലല്ല റിയൽ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ വെട്ടിത്തുറന്ന് പബ്ലിക്കിന് മുന്നിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റൂല കേട്ടോ. ലിമിറ്റ് ഇടേണ്ടടുത്ത് അത് ഇടന്നെ വേണം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിഷുവിന് ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ആക്കി വെച്ച് പോണത്. കുട്ടികളാണെങ്കിൽ നമ്മൾ പോവാനേ സമ്മതിക്കണില്ല, പോവല്ലാൻ്റെ
പോവല്ലേ ആൻറ്റി എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. മെയിനായിട്ടുള്ള കാരണം അവർ കൈബുട്ടനെ വേണം, അവരെയും വെച്ച് ഇങ്ങനെ കളിക്കണം. അപ്പോൾ എന്നെ നിർബന്ധിച്ച് മോൾക്ക് കയറ്റിച്ചതാണ് കേട്ടോ. ഇത് നിഷുവിൻ്റെ പണിയാണ്. ഓളിവിടെ വന്നാൽ പിന്നെ ഇവിടുത്തെ ആളാകും, അതായത് നിച്ചുവിൻ്റെയും ലച്ചുവിൻ്റെയും കൂട്ടത്തിൽ പെട്ട ഒരാളാകും. അപ്പോൾ ഈ ടെൻ്റൊക്കെ എന്നെ കാണിക്കണം, അതാണ് ഓളെ ഉദ്ദേശം. പിന്നെ ഐബുട്ടനെയും കൂട്ടിയിട്ട് കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കളിച്ച്, ഐബുട്ടനാണെങ്കിൽ പെരും ചൂടനാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ആൾ സ്വതന്ത്രനായി മാറിയിട്ടുണ്ട്. പൂർണ്ണ സ്വതന്ത്രനായിട്ടില്ലെങ്കിലും ഒരു ഹാഫ് സ്വതന്ത്രനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദെൻ പോവാനുള്ള സമയമായി, ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. വെക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് കണ്ണുമ്മല് ക്യൂട്ട്നെസ്? അതിൻ്റെ ഇടയിൽ കൂടെ നിച്ചുവിൻ്റെ ജേണൽ ബുക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഇവന്മാർക്ക് ഇതെന്തോ ഭയങ്കര ഭ്രാന്താണ്, ജേണലും ക്രാഫ്റ്റിംഗ് ഒക്കെ. ക്രാഫ്റ്റിംഗ് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ ജേണലിനോട് എനിക്ക് പിന്നെയും കുറച്ചൊക്കെ ഇഷ്ടമാണ്. സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. കുഞ്ഞാങ്ങളനെ കുറച്ച് ദിവസം വിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനാണിത്. പോരണ വൈക്കൽ ഒരു ഉമ്മയും മോനും കൂടെ പരിപ്പ് വടയും ഉണ്ണിയപ്പൊക്കെ വിൽക്കണുണ്ടായിരുന്നേ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് അതും കൂടെ വാങ്ങിച്ച് നമ്മളിതങ്ങനെ തിരിച്ചു പോന്ന്. കൂടുതലായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കുഞ്ഞു വ്ളോഗാണ് ഇത്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.